സമരം സ്വാഭാവികമായിട്ട് പൊളിഞ്ഞു പോകേണ്ട സമരമായിരുന്നു. പക്ഷെ ഇപ്പോൾ സർക്കാർ ചിലയിൽ നല്ല പബ്ലിസിറ്റി കിട്ടി. ഇതെന്തോ നേരിടാൻ പോകുന്ന എന്തോ യുദ്ധം നടക്കാൻ പോകുന്നത് ആളുകളിലൊരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കേന്ദ്ര സേനയെ വിളിക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിയിലൊരു കൂടിയാലോചന നടത്തണ്ട. ഗവൺമെൻറ്റിന് വേണ്ടി കൈവോക്കുന്ന ഞങ്ങൾ തന്നെ അറിയുന്നില്ല. ഞങ്ങൾ തന്നെ വലുതും പത്രം വായിച്ചിട്ട് അറിയുന്നത്. പിന്നെ ഞങ്ങൾ പിന്നെ പറയുന്നില്ല എന്ന് മാത്രം. ആർക്കും പരസ്പരം വിശ്വാസവും. എല്ലാവരും ഒരു എന്താ പറയേണ്ടത്, ഒരു മുഖംമൂടിയിട്ട് സംസാരിക്കുന്നു, ഞാൻ ഉൾപ്പെടെ. അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് ഞങ്ങളുടെയൊക്കെ സഹായം നൽകാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. അദ്ദേഹം ഞങ്ങളൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ. അദ്ദേഹം 5 വർഷം കസേരയിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞങ്ങളൊക്കെ, ഞാൻ ഉൾപ്പെടെയുള്ളവർ. പക്ഷെ ഒന്നും അറിയുന്നില്ല. എല്ലാം പത്രം വായിച്ചറിയേണ്ട സ്ഥിതിയാണല്ലോ. കോടതിയിൽ പോലും നിലനിൽക്കാത്ത ചില ഉത്തരവുകളാണ് ഇപ്പോൾ പോലീസ് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ അതേ പോലീസ് തന്നെ ഇന്നലെ ആ ഷെഡ് പൊളിക്കാൻ ചെന്നപ്പോൾ തോമസ് ഐസക്കിൻ്റെ താടി കണ്ടപ്പോഴേക്കും തിരിച്ചുപോയി. നിയമപ്രകാരം മുഖ്യമന്ത്രിക്ക് പാർട്ടിയോട് ആലോചിക്കേണ്ട കാര്യമില്ല, അത് ഭരണഘടന അനുസരിച്ചാണ്. പക്ഷേ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും അത് പാർട്ടിയോട് കൂടെ ആലോചിക്കേണ്ട ഒരു ചുമതലയുണ്ട്. ഇതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കെ കരുണാകരൻ്റെ കാലത്തായിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പാർട്ടിയിൽ ആരൊക്കെ അദ്ദേഹത്തിൻ്റെ മേലെ ചാടി വീഴുമായിരുന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി.